ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ബീഫ് ഉലർത്തലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റേതായിട്ടുള്ള സ്റ്റൈലിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ബീഫ് ഉലർത്തുന്നതിന് മുൻപായിട്ട് ഗരം മസാല ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾ ഏത് തരം ഗരം മസാലയാണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എല്ലായ്പ്പോഴും. പിന്നെ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയും വേണം. ഇപ്പോൾ ചൂടാക്കിയിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മണവും അതുപോലെ തന്നെ നന്നായി നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ 2.5 കിലോ ബീഫാണ് ഞാൻ എടുക്കുന്നത്. 2 കിലോ ബീഫും 1/2 കിലോ കരളും ആണ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. വിനീഗർ അങ്ങനെയുള്ള സംഭവമൊന്നും ഇട്ടിട്ടല്ല കഴുകിയിരിക്കുന്നത്. നല്ല ശുദ്ധമായ വെള്ളത്തിൽ 2-3 തവണ കഴുകി എടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 2 സവോള ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഇടാം. പക്ഷേ 2.5 കിലോയ്ക്ക് ഒരു 2-3 സവോള, കൂടിപ്പോയാൽ 3 സവോള എടുത്താൽ മതിയാവും. ഞാനിവിടെ 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ ചതച്ചതും 2 പച്ചമുളക് കീറിയതും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. അതുപോലെ ഇങ്ങനെയുള്ള കറികളൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് എങ്ങനെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിനകത്തോട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂണ് നമുക്ക് മല്ലിപ്പൊടി ഇടാം. ഇനി പൊടിച്ച് വെച്ച ഗരം മസാലയിൽ നിന്ന് 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഈസ്റ്റൻ്റെ മീറ്റ് മസാലയാണ്. അപ്പോൾ ഞാനെപ്പോഴും ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചേർത്തോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരുപാട് അങ്ങ് മൊരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് ചൂടായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം. അധികം വെള്ളമൊന്നും ഇതിനകത്തോട്ട് ചേർക്കുന്നില്ല. ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം ചേർക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് വേണം അരയ്ക്കാനായിട്ട്. ഇനി നമുക്ക് കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫിലോട്ട് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം കൈ വെച്ച് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കാം. ബീഫിൻ്റെ എല്ലാ വശത്തും ഇത് നന്നായിട്ടാവണം. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് നന്നായിട്ട് ഇളക്കിയെടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഈ മൊത്തം ബീഫും ഉലർത്തിയല്ല എടുക്കുന്നത്, കുറച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് കറി ആണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ബീഫ് ഉലർത്തി എടുക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ്. എന്നിട്ട് ഞാൻ കുറച്ച് ബീഫ് കറിയാക്കി എടുക്കും, കുറച്ച് അങ്ങോട്ട് ഉലർത്തി എടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പണിയിൽ 2 കറി കിട്ടുമല്ലോ അങ്ങനെ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അങ്ങോട്ട് ചേർക്കാം. അപ്പോൾ ഇതുപോലെ ഇളക്കി എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണമായിരിക്കും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഈ ബീഫ് കറിയൊക്കെ വയ്ക്കുമ്പോൾ അതിനകത്ത് എത്രത്തോളം വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഇങ്ങനെ വരട്ടിയെടുക്കുന്നു അതിനനുസരിച്ചിട്ട് ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആളുകൾ ഇതൊക്കെ അധികം കുറയ്ക്കുക എന്നുള്ളതേ, കഴിക്കണ്ട എന്നുള്ളതേ പറയാനുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നിങ്ങളുടെ കുക്കറിനനുസരിച്ചിട്ടുള്ള വിസിലുകൊണ്ട് ഇടുക കേട്ടോ. എൻ്റെ കുക്കറിൽ എങ്ങനെയാണെങ്കിലും ഒരു 5-6 വിസിലൊക്കെ വരേണ്ടി വരും. അങ്ങനത്തെ കുക്കറാണ്. അപ്പം ഒരു 6-7 വിസിലൊക്കെ അടിക്കേണ്ടി വരും. ആ ഒരു പരുവത്തിൽ ആകുന്നത് വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം അടച്ചിട്ട് അടുപ്പിലോട്ട് എടുത്ത് വെക്കാം അല്ലേ. ഇപ്പോൾ വിസിലൊക്കെ വന്നു. ബീഫ് നല്ലോണം വെന്തിരിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ 7 വിസിലൊക്കെ വന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ തുറക്കുന്നത്. ഓക്കെ, കറക്റ്റ് പാകത്തിന് വെന്തിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് പകുതി എടുത്തിട്ട് കറിക്കും പകുതി ഉലർത്താനും വേണ്ടിയിട്ട് സെയിം അതുപോലെ തന്നെ ഞാൻ കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു 3 പച്ചമുളക്, ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തും ഞാൻ 2 പോർഷനാക്കി മാറ്റുകയാണ് കേട്ടോ. പകുതി കുഞ്ഞുള്ളിയെ ഞാൻ ഉലർത്താൻ വേണ്ടിയിട്ടും പകുതി കുഞ്ഞുള്ളി കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. എല്ലാം പച്ചമുളക് മാത്രം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ട തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങാക്കൊത്തും ഞാൻ അതുപോലെ കറിക്ക് ഇടുന്നുണ്ട്, കുറച്ച് ഉലർത്താൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇതും 2 പോർഷനാക്കിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കറിക്ക് ഇനി വേണ്ടത്. ഇനി നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് കടക്കുകയാണ്. നമുക്ക് ആദ്യം അടുപ്പ് കത്തിക്കാം. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. സെയിം ഇത് തന്നെയാണ്. ഇച്ചിരി ചാറ് കൂട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് വേറെ പരിപാടികളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ അതേ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോൾ തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറായി വന്ന ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുഞ്ഞുള്ളി പകുതി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൂടെ തന്നെ പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ എല്ലാ കറികൾക്കും കുറച്ച് കറിവേപ്പില കൂടുതലായിരിക്കും കേട്ടോ. എനിക്കെന്തോ അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടുതലായിട്ട് ചേർക്കും. നല്ല മണവും കുറച്ചധികം ടേസ്റ്റും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കറികൾ കഴിക്കുമ്പോൾ കറിവേപ്പില എടുത്ത് മാറ്റി വയ്ക്കുന്നതാണ് ഒരു വലിയ പണി. ഞാൻ അതും കൂടെ കഴിക്കാറുണ്ട്. പക്ഷേ പലരും വീട്ടിൽ കഴിക്കുന്നവരൊക്കെ അതെടുത്ത് മാറ്റി വയ്ക്കാറാണ് പതിവ്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ. ഇതിപ്പോൾ തന്നെ നന്നായിട്ട് കുഞ്ഞുള്ളി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അധികം സമയമൊന്നും ഉണ്ടാവില്ല. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് വഴന്ന് കിട്ടും. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ബീഫിന്ന് ചാറെടുക്കാതെ, അതിനകത്ത് വെള്ളം ഉണ്ടല്ലോ ശകലം, അതൊന്നും എടുക്കാതെ വെറും കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ളത്. അപ്പം ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ, ബാക്കി ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അത് ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉലർത്തി എടുക്കുക. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് കുറച്ചായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ചായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം, മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ച് ഇങ്ങനെ വരട്ടാൻ പാടില്ല. കുറച്ച് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു മീഡിയം തീയിലിട്ടിട്ട് അടി പിടിക്കാതെ, അതിന് നല്ല കട്ടിയുള്ള ചട്ടി തന്നെ വെക്കണം, എന്നാലേ അടി പിടിക്കാതെ കിട്ടുള്ളൂ. അപ്പം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇങ്ങനെ ഉലർത്തിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം മൊത്തത്തിൽ ഇങ്ങനെ കാണിക്കുന്നില്ല. ഒരു 10-15 മിനിറ്റ് എന്തായാലും ഇതിന് വേണ്ടി നമ്മൾ ചിലവാക്കണം കേട്ടോ. അവിടെ തന്നെ നിന്ന് എന്തായാലും ബീഫ് വെന്തിരിക്കുകയാണല്ലോ, അപ്പോൾ അത് കാരണം അധിക സമയം നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. പിന്നെ കറിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് കറിവേപ്പില ഇടും, കുറച്ച് എണ്ണ ഒഴിക്കും, എന്നിട്ട് ഇങ്ങനെ ഉലർത്തിയെടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന്
ഇളക്കിയെടുക്കണം. ഇതുപോലെ ഇളക്കി ചുറ്റും ഇളക്കി കൊടുത്തിട്ട് ബീഫ് ഇപ്പോൾ നന്നായിട്ട് വെന്തിരിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അടച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. 10-15 മിനിറ്റ് നമ്മൾ ഇതുപോലെ നിന്നിട്ട് ഇളക്കിയെടുക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സംഭവം റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ. ഇത് കഴിക്കാം, ചൂടോടെ വിളമ്പുക. അപ്പോൾ ഞാൻ 2 കഷ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ ഇനി അടുപ്പൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മാത്രം അഭിപ്രായമല്ല, വീട്ടിലെല്ലാവരുടെയും അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ അഭിപ്രായം പറഞ്ഞു എന്ന് പറയണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം, അടിപൊളി കിടുക്കൻ സംഭവമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ, ബൈ ബൈ, സീ യു.